സീറോയിൽ നിന്ന് 4000 വാച്ചവേഴ്സിലേക്കുള്ള ജേർണി വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ 100% ഉറപ്പ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പുതിയ ക്രിയേറ്റർ യൂട്യൂബിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് സീറോയിലായിരിക്കും തുടങ്ങുന്നത്. ഈ സീറോയിൽ നിന്ന് 4000 വരെ വാച്ചവേഴ്സ് അവർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഈ 4000 വാച്ചവേഴ്സ് കംപ്ലീറ്റ് ചെയ്താലേ അവർക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മോണിറ്റൈസ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അവർക്ക് പൈസ ഉണ്ടാക്കാനും പറ്റത്തില്ല. ഈ ഒരു അവസ്ഥയിൽ ആ യൂട്യൂബറുടെ മോട്ടിവേഷൻ എൻഡായി പോകും. ഈ സീറോയിൽ നിന്ന് 4000 വരെയുള്ള വാച്ചവേഴ്സിൻ്റെ ഈ ഒരു ജേർണി ഇതൊരു പുതിയ ക്രിയേറ്ററിന് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ട് തോന്നും. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ക്ലിയർ റോഡ് മാപ്പ് നിങ്ങളോട് പറയാൻ പോവാണ്. അത് നിങ്ങൾ കറക്റ്റായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സീറോയിൽ നിന്ന് 4000 വരെയുള്ള വാച്ചവേഴ്സിൻ്റെ ജേർണി വളരെ ഈസി ആയിട്ട് തോന്നി തുടങ്ങും. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ചാനലിൻ്റെ ഫൗണ്ടേഷനാണ്. നിങ്ങളുടെ ചാനലിൻ്റെ ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ആണെങ്കിൽ നിങ്ങളുടെ ജേർണി വളരെ ഈസി ആയിരിക്കും. അപ്പോൾ എന്താണ് ഈ ഫൗണ്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നിങ്ങളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ആ ചാനലിൻ്റെ നിഷ് ഫിക്സ് ചെയ്യുക. അതായത് ഏത് കാറ്റഗറിയിലുള്ള ഓഡിയൻസിനാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്, ഏത് കാറ്റഗറിയിലുള്ള വീഡിയോസാണ് നിങ്ങൾ ചെയ്യുന്നത്, ഇത് ആദ്യം നിങ്ങൾ ഫിക്സ് ചെയ്യുക. അതും നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ളതും നല്ല റീച്ച് കിട്ടുന്നതുമായ ഒരു കാറ്റഗറി ആയിരിക്കണം. അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾ ബോറടിച്ച് അത് ചേഞ്ച് ചെയ്യാനും പാടില്ല. ആ രീതിയിലുള്ള ഒരു കാറ്റഗറി നിങ്ങൾ ആദ്യം ഫിക്സ് ചെയ്യുക. അതായത് നിങ്ങൾ കുക്കിംഗ് വീഡിയോസ് ചെയ്യുമോ, അതോ ട്രാവൽ വ്ളോഗ്സ് ചെയ്യുമോ, അതോ ടെക് വീഡിയോസ് ചെയ്യുമോ, ഈ ഒരു കാര്യം നിങ്ങൾ ആദ്യം ഫിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നിഷ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കാറ്റഗറി തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ചില സമയത്ത് യൂട്യൂബിൽ ട്രെൻഡിങ് ടോപ്പിക്സിലുള്ള വീഡിയോസ് വൈറൽ ആകാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ക്രിയേറ്റീവ്ലി നിങ്ങളുടെ കാറ്റഗറിക്ക് അനുസരിച്ച് വീഡിയോ ചെയ്യാൻ പറ്റിയാൽ ആ ടോപ്പിക്കിൽ നിങ്ങൾ വീഡിയോ ചെയ്യുക. അതല്ലെങ്കിൽ ആ ട്രെൻഡിങ് ടോപ്പിക്കിനെ നിങ്ങൾ സ്കിപ്പ് ചെയ്തേക്കുക. നിങ്ങൾ മാക്സിമം സെർച്ചബിൾ കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള വീഡിയോസ് നിങ്ങൾ ചെയ്യുക. അതല്ലാതെ നിങ്ങൾ ഡിസ്ട്രാക്റ്റ് ആയി പോകരുത്. പല ആളുകളും ഡിസ്ട്രാക്റ്റ് ആയി പലതരത്തിലുള്ള വീഡിയോസ് കയറി പോസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ ട്രെൻഡിങ് ടോപ്പിക്ക് വരുമ്പോൾ നിങ്ങളുടെ സെയിം കാറ്റഗറിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പല ആളുകളും ആ ട്രെൻഡിങ് ടോപ്പിക്സിൽ വീഡിയോ ചെയ്യാറുണ്ട്. അത് ചിലപ്പോൾ വൈറൽ ആകാറുമുണ്ട്. പക്ഷേ അത് നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്തിനെ ലോങ് ടൈമിൽ അത് ബാധിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടൈമിൽ നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്ത് കിട്ടാനത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നിങ്ങൾ നിഷ് സെലക്ട് ചെയ്ത് അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക. ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൻ്റെ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള ഒരു ബാനർ കൊടുക്കുക, ഒരു ലോഗോ കൊടുക്കുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും നിങ്ങളുടെ കാറ്റഗറിക്ക് അനുസരിച്ച് തന്നെ കൊടുക്കുക. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കീവേഡ്സ് കൊടുക്കുക എന്നുള്ളത്. നിങ്ങളുടെ ചാനലിൻ്റെ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള കീവേഡ്സ് പലരും കൊടുക്കാറില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ കീവേഡ്സ് നിങ്ങൾ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ കൊടുക്കുന്നവർ ചെയ്യുന്ന ഒരു തെറ്റുണ്ട് പലരുടെ ചാനലിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ചില തെറ്റായ വീഡിയോകൾ കണ്ടിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ തന്നെ ലിങ്ക് കോപ്പി ചെയ്ത് കീവേഡ്സിൽ കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഇപ്പോഴും കൊടുത്തു വെച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതങ്ങ് മാറ്റിയേക്കുക. ഒരു കാര്യമില്ലാത്ത കാര്യമാണിത്. അത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. അത് ഇപ്പോഴും യൂട്യൂബിൽ ഓടുന്നുണ്ട്. ആദ്യം കീവേഡ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിൽ ഒരു പബ്ലിക് എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവർ എന്തൊക്കെ കാര്യങ്ങളാണോ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ കീവേഡ്സിൽ കൊടുക്കുന്നത്. അത് നമ്മുടെ കാറ്റഗറിക്ക് അനുസരിച്ച്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഒരു പബ്ലിക് നിങ്ങളുടെയൊക്കെ ചാനലിൻ്റെ ലിങ്ക് എടുത്തിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നത്? ഒരിക്കലുമില്ല. അത് മാത്രമല്ല ഈ ലിങ്ക് എന്ന് പറയുന്നത് ഇത്രയധികം ക്യാരക്ടേഴ്സ് ഉള്ളതാണ്. അത് ഈ കീവേഡ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കുള്ള കീവേഡ്സ് കൊടുക്കാനുള്ള ഒരു സ്പേസ് ആണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. കാരണം ഈ കീവേഡ്സ് മാക്സിമം നമുക്ക് 500 ക്യാരക്ടേഴ്സേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്ര വലിയൊരു ലിങ്ക് അവിടെ കോപ്പി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കാനുള്ള കീവേഡ്സിൻ്റെ സ്ഥലമാണ്, ഒരു സ്പേസ് ആണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യരുത്. ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും ഇത് നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റിയേക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് മാത്രം അവിടെ കൊടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. അതായത് നിങ്ങളും മനസ്സിലാക്കണം നിങ്ങളുടെ ഓഡിയൻസ് ഏതാണെന്നുള്ളത്. അതുപോലെ ഈ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതിലൂടെ നിങ്ങൾ ഈ അൽഗോരിതത്തിന് മനസ്സിലാക്കി കൊടുക്കുകയാണ് നിങ്ങളുടെ ഓഡിയൻസ് ഏതാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അൽഗോരിതം കറക്റ്റായിട്ടുള്ള ഓഡിയൻസിലേക്കായിരിക്കും നിങ്ങളെ ഈ വീഡിയോസിനെ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരെ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ കണ്ടന്റ് സ്ട്രാറ്റജി. നിങ്ങളുടെ കണ്ടന്റ് സ്ട്രാറ്റജി വളരെ ആക്യുറേറ്റ് ആയിരിക്കണം. അതായത് നിങ്ങൾ തുടക്ക സമയത്ത് വീഡിയോ ചെയ്യുമ്പോൾ, തുടക്ക സമയത്ത് എന്നല്ല എപ്പോൾ വീഡിയോ ചെയ്താലും ശരി, അതിൻ്റെ ടോപ്പിക്ക് നിങ്ങൾ വളരെ വൈസിലി ചൂസ് ചെയ്യണം. അല്ലാതെ ഏതെങ്കിലും ടോപ്പിക്ക് കയറി വീഡിയോ ചെയ്യരുത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആലോചിക്കുക ഇത് ഓടുമോ ഇല്ല എന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ യൂട്യൂബിൽ തന്നെ ഈ ടോപ്പിക്ക് സെർച്ച് ചെയ്യുക. അപ്പോൾ കുറേ വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതിൽ മില്യൺസിൽ വ്യൂസ് കിട്ടിയിട്ടുള്ള വീഡിയോസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ ഈ
ഈ വീഡിയോയ്ക്ക് ഈ ടോപ്പിക്കിന് ഡിമാൻഡുണ്ട്, ഇതിനുള്ള ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളും ഈ ടോപ്പിക്ക് തന്നെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഓടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റി അതിൽ കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് റിസർച്ച് ചെയ്യുക, അതിനനുസരിച്ചുള്ള ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ തുടക്ക സമയത്ത് തന്നെ നിങ്ങൾ നല്ലൊരു ഹുക്ക് കൊടുത്തിരിക്കണം. അപ്പോൾ ഹുക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, 0-ൽ നിന്ന് 4000 വാച്ച് അവേഴ്സിലേക്കുള്ള ജേർണി വളരെ ടഫാണ്, പക്ഷേ നമുക്കത് ഈസിയാക്കി എടുക്കാം. ഇത് ഹുക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ കൊടുത്തത്. നിങ്ങൾക്കത് ഹുക്കായി തോന്നിയിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എനിവേ, അപ്പോൾ ഇതേപോലെ ഒരു ഹുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ആ ഓഡിയൻസിന് തുടക്കത്തിൽ തന്നെ മനസ്സിലാവും, ഈ വീഡിയോയിൽ എന്തോ ഉണ്ട്, ഈ വീഡിയോ കംപ്ലീറ്റ് കാണണം. ആ രീതിയിൽ അവർ മാക്സിമം നിങ്ങളുടെ വീഡിയോ കാണും. അങ്ങനെ നിങ്ങളുടെ ഓഡിയൻസ് റിട്ടൻഷൻ നിങ്ങൾക്ക് കൂട്ടിക്കിട്ടും. നിങ്ങൾക്ക് കൂടുതൽ റീച്ചും വാച്ച് അവറും അവിടെ കൂട്ടാൻ പറ്റും. അതുപോലെ നിങ്ങൾ ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു 3 അല്ലെങ്കിൽ 4 എണ്ണമേ പോസ്റ്റ് ചെയ്യാവൂ, അതിൽ കൂടുതൽ പോസ്റ്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വാണ്ടിറ്റി അവിടെ കൂടും, പക്ഷേ ക്വാളിറ്റി കുറഞ്ഞു പോകും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒന്നിച്ച് നമുക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഷോർട്ട് വീഡിയോസും പോസ്റ്റ് ചെയ്യണം. ഷോർട്ട് വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി പോസ്റ്റ് ചെയ്യാം. പക്ഷേ അപ്പോൾ നിങ്ങൾ അവിടെ ചോദിക്കും, ഷോർട്ട് വീഡിയോസിന് വാച്ച് അവർ കൂട്ടുന്നതിന് റോളില്ലല്ലോ. ശരിയാണ്, ഷോർട്ട് വീഡിയോസിൻ്റെ വാച്ച് അവർ മോണിറ്റൈസേഷന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. പക്ഷേ നിങ്ങൾ ഷോർട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൻ്റെ റീച്ച് കൂട്ടി കിട്ടും. കാരണം ഷോർട്ട് വീഡിയോസിന് റീച്ച് വളരെ കൂടുതലാണ്. അതുപോലെ യൂട്യൂബിൻ്റെ ഒരു ബ്രിഡ് സിസ്റ്റം ഉണ്ട്. അതനുസരിച്ച് നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും ഒരേ നിഷിലാണെങ്കിൽ നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോസ് ആരുടെയൊക്കെ മുന്നിൽ എത്തുന്നോ അവരിലേക്ക് നിങ്ങളുടെ ഈ ലോങ് വീഡിയോസും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ഈ ഷോർട്ട് വീഡിയോ കാണുന്ന ഓഡിയൻസിലേക്ക് നിങ്ങളുടെ ഈ ലോങ് വീഡിയോസ് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ഈ ലോങ് വീഡിയോസും കാണും. അങ്ങനെ നിങ്ങളുടെ ഈ ലോങ് വീഡിയോസിൻ്റെയും വ്യൂസും വാച്ച് അവർ വളരെ കൂട്ടിക്കിട്ടും. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സെർച്ചബിൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള സെർച്ചബിൾ കണ്ടന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഒരു പബ്ലിക് ഈ ഒരു ടോപ്പിക്ക് സെർച്ച് ചെയ്യുമ്പോൾ അവരുടെ സെർച്ചിലേക്ക് നിങ്ങളുടെ വീഡിയോ എത്തിക്കഴിഞ്ഞാൽ അവർ ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടിരിക്കും. കാരണം യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തതുകൊണ്ടല്ല അവരുടെ മുന്നിൽ നിങ്ങളുടെ ഈ വീഡിയോ എത്തിയത്. അതല്ലെങ്കിൽ നിങ്ങളുടെ അട്രാക്റ്റീവായ തമിഴിൽ ക്ലിക്ക് ചെയ്തിട്ടുമല്ല അവർ നിങ്ങളുടെ ഈ വീഡിയോ കാണുന്നത്. അവർക്ക് ഈ ടോപ്പിക്കിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് യൂട്യൂബിൽ ആ ടോപ്പിക്ക് അവർ സെർച്ച് ചെയ്തപ്പോഴാണ് നിങ്ങളുടെ വീഡിയോ അവർക്ക് കിട്ടിയത്. അങ്ങനെയാണ് അവർ ഈ വീഡിയോ കാണുന്നത്. അതുകൊണ്ട് അവർ ആവശ്യക്കാരനാണ്. അതുകൊണ്ട് അവർ ഈ വീഡിയോ കംപ്ലീറ്റ് കാണുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കംപ്ലീറ്റ് വാച്ച് അവർ കിട്ടുകയും ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ഒരു 50 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ലൈവ് സ്ട്രീം അവിടെ ഓപ്പൺ ആവും. അപ്പോൾ നിങ്ങൾ ലൈവ് ചെയ്ത് തുടങ്ങുക. കാരണം ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള പബ്ലിക്കുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു കണക്ഷൻ വെക്കാൻ പറ്റും. അതുപോലെ പുതിയ പബ്ലിക്കുമായിട്ട് നിങ്ങൾക്ക് നല്ല കണക്ഷൻ വെക്കാൻ പറ്റും. കാരണം നമ്മുടെ ഇവിടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ വാച്ച് അവർ കൂട്ടുക എന്നുള്ളതാണ്. ലൈവ് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് വാച്ച് അവർ നമുക്ക് ലൈവിലൂടെ തന്നെ കൂട്ടാൻ പറ്റും. അങ്ങനെ ലൈവ് ചെയ്ത് വാച്ച് അവർ കൂട്ടി മോണിറ്റൈസ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു 50 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ലൈവ് ചെയ്ത് തുടങ്ങുക. ലൈവിലൂടെ നമുക്ക് വളരെ നന്നായി വാച്ച് അവർ കൂട്ടിയെടുക്കാവുന്നതാണ്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സീരീസ് വൈസ് വീഡിയോസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകൾ കിട്ടുവാണെങ്കിൽ ആ ടോപ്പിക്കുകളിൽ നിങ്ങൾ വീഡിയോ ചെയ്യുക. അതിൽ ആദ്യത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ബാക്കി വീഡിയോസിന് വേണ്ടി അവർ കാത്തിരിക്കുകയും ചെയ്യും. അവർ ആ വീഡിയോസും കാണുകയും ചെയ്യും. വളരെ ഈസിലി നിങ്ങൾക്ക് അവിടെ വാച്ച് അവർ കൂട്ടിയെടുക്കാൻ പറ്റും. ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ യൂട്യൂബ് മോണിറ്റൈസേഷൻ്റെ വീഡിയോസ് പാർട്ട് ബൈ പാർട്ടായിട്ട് ഒരു 4-5 പാർട്ടുകളിലായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോസിനും ഒരേപോലെ തന്നെ എനിക്ക് വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ വീഡിയോ കണ്ടവർ തന്നെ ബാക്കി വീഡിയോസുകൾ കണ്ടിട്ടുള്ളവരും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ മറ്റു തരത്തിലുള്ള വീഡിയോസാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ സീരീസ് വൈസ് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ വാച്ച് അവർ കൂട്ടിയെടുക്കാനും പറ്റും. പെട്ടെന്ന് മോണിറ്റൈസേഷൻ ചെയ്യാനും പറ്റും. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സ്റ്റോറി ടെല്ലിംഗ് അതൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. സ്റ്റോറി ടെല്ലിംഗ് ചാനലുകൾ വളരെ പെട്ടെന്ന് 5-6 വീഡിയോസ് പോസ്റ്റ് ചെയ്ത് തന്നെ മോണിറ്റൈസ് ചെയ്തെടുക്കുന്ന ഒരുപാട് ചാനലുകളുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബും ഈ സ്റ്റോറി ടെല്ലിംഗ് ചാനലുകൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്ലൈ ചെയ്താൽ ഉടൻ തന്നെ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ മോണിറ്റൈസ് ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ സ്റ്റോറി ടെല്ലിംഗിൽ താല്പര്യമുള്ളവർ സ്റ്റോറി ടെല്ലിംഗ് ചാനലുകൾ തുടങ്ങുക. വളരെ പെട്ടെന്ന് വാച്ച് അവർ കൂട്ടി നമുക്ക് മോണിറ്റൈസ് ചെയ്തെടുക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഗ്യാരണ്ടി ഇതെന്ന് പറയുകയാണ്, നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 3 മാസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിനെ മോണിറ്റൈസ് ചെയ്തെടുക്കാവുന്നതാണ്. 7 ദിവസം കൊണ്ട് വേണമെങ്കിലും എടുക്കാം. എങ്കിലും ഞാൻ പറയുകയാണ്, 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിനെ മോണിറ്റൈസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.